സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളിൽ വീട് വെക്കുന്ന ഒരു കൂട്ടരുണ്ട്. ആരാണെന്നല്ലേ? സൽസ്വഭാവികൾ. പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയുന്നതായിട്ട് കാണാം. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നിശ്ചയമായിട്ടും നബി തങ്ങൾ സൽസ്വഭാവത്തിന് മുകളിലാണ്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സെയ്ദ് ഇബ്നു അഖ്തബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ പോയ സമയത്ത് ആദ്യമായി അവിടുന്ന് നൽകിയത് ഒരു ഗ്ലാസ് വെള്ളമായിരുന്നു. ആ സമയത്ത് ആ സ്വഹാബി വര്യൻ്റെ മുടി ആ ഗ്ലാസ്സിൽ നിന്ന് ലഭിക്കുകയും നബിത്തങ്ങൾ ആ മുടിയെടുത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ജമ്മിൽഹു, ഈ മുടിയുടെ അവകാശിക്ക് നീ ഭംഗി കൊടുക്കണം. ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ തങ്ങളോട് പറയുന്നതായിട്ട് കാണാം, താങ്കൾ സൽസ്വഭാവിയാവുക. ആ സമയത്ത് അബൂ ഹുറൈറ തങ്ങൾ നബി തങ്ങളോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഞാൻ സൽസ്വഭാവിയാകേണ്ടത്? അതിന് 3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നബി തങ്ങൾ മറുപടി നൽകിയത്. ഒന്നാമത്തെ കാര്യം, നിന്നോട് ബന്ധം മുറിച്ചവരോട് നീ അങ്ങോട്ട് പോയി ബന്ധം ചേർക്കുക. രണ്ടാമതായിട്ട് പറയുന്നത്, നിന്നെ ആക്രമിച്ചവർക്ക് നീ മാപ്പ് നൽകുക. അവസാനമായിട്ട് പറയുന്നത്, നിനക്ക് ദാനം നൽകാത്തവർക്ക് നീ ദാനം നൽകുക. ഇവിടെയാണ് തിരുനബി പാഠങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ടതിൻ്റെയും പരസ്പരം വിട്ടുവീഴ്ചകൾ നൽകേണ്ടതിൻ്റെയും ആവശ്യകത നമ്മൾ മനസ്സിലാക്കേണ്ടത്. അക്രമങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുതിയ കാലത്ത് ഇസ്ലാമിക ചരിത്രങ്ങളും നബി വചനങ്ങളും നമുക്ക് വെളിച്ചമാകേണ്ടതുണ്ട്.